3 ദിവസം കൂടെ കഴിഞ്ഞാൽ തൂക്കിലേറ്റുന്ന ഇവൻ രക്ഷപ്പെടാൻ വേണ്ടി സ്പൂൺ അഴുക്കാക്കി വേറൊരെണ്ണം കൂടെ വാങ്ങി. മറ്റൊരു തടവുകാരന്റെ സഹായത്തോടെ പഴയ സ്പൂൺ തിരിച്ചു കൊടുക്കാതെ കൈവശം വെച്ച അവൻ സെല്ലിലെത്തി അതൊടിച്ചു. നെയിൽ കട്ടർ പൊളിച്ച് അതിന്റെ ഭാഗങ്ങൾ സ്പൂണിന്റെ പിടിയിൽ ഘടിപ്പിച്ചു. നാണയം പൊടിച്ചുണ്ടാക്കിയ ലോഹപ്പൊടി സന്ധികളിലിട്ട് തീപ്പെട്ടിക്കൊള്ളികൾ കത്തിച്ച് ചൂടാക്കി അവ തമ്മിൽ വിളക്കിച്ചേർത്ത് ഒരു ആയുധമുണ്ടാക്കി. അതുപയോഗിച്ച് വെന്റ് തുറക്കാൻ തുടങ്ങിയ സാം ഗാർഡ് വരുന്നത് കണ്ട് പെട്ടികൊണ്ട് തുളമറച്ച് രക്ഷപ്പെട്ടു. നിലത്ത് കിടന്ന ആയുധം ഗാർഡ് ശ്രദ്ധിച്ചില്ല. പിന്നീട് പണി തുടർന്നപ്പോൾ ഗ്രില്ല് 2 കൊക്കുകളിൽ കുടുങ്ങിക്കിടക്കുകയാണെന്ന് അവൻ മനസ്സിലാക്കി. അടുത്ത ദിവസം ജോലിസ്ഥലത്തുനിന്ന് ലോഹമുള്ള മരക്കഷ്ണങ്ങൾ കടത്താൻ ശ്രമിക്കവേ മെറ്റൽ ഡിറ്റക്ടർ അടിച്ചു. തുണി ഉണക്കാനിടാനാണെന്ന് പറഞ്ഞ് ഒരെണ്ണം നൽകി ഗാർഡിനെ സമാധാനിപ്പിച്ച സാം ഷൂവിനുള്ളിൽ ഒളിപ്പിച്ച മറ്റൊരു കഷ്ണവുമായി സെല്ലിലെത്തി. അതുകൊണ്ട് ഗ്രില്ല് ലൂസാക്കി മാറ്റിയെങ്കിലും മുകളിലേക്കുള്ള വഴി ഇടുങ്ങിയതായിരുന്നു. പിടിക്കപ്പെടാതിരിക്കാൻ പത്രക്കടലാസും ചുവരിലെ പൊടിയും ചേർത്ത് വ്യാജ വെന്റ് കവറും ഒരു ഡമ്മി തലയും അവൻ നിർമ്മിച്ചു. സെല്ലിൽ ഡമ്മി വെച്ച് വെന്റിലൂടെ പൈപ്പുകളിൽ പിടിച്ച് സാം മുകളിലേക്ക് കയറി. ഗാർഡ് നോക്കിയപ്പോൾ സംശയം തോന്നിയില്ലെങ്കിലും മുകളിലെത്തിയ സാം ഇരുമ്പ് കമ്പികളാൽ അടച്ച എക്സോസ്റ്റ് കണ്ട് ഞെട്ടി. അപ്പോഴേക്കും സെല്ലിൽ വിശദമായ പരിശോധന നടത്തിയ ഗാർഡ് ബെഡിലെ മുടിയുടെ വ്യത്യാസം കണ്ട് പുതപ്പ് മാറ്റി നോക്കിയപ്പോൾ സാമിന് പകരം ഡമ്മിയെ കണ്ടെത്തി. അപ്പോഴേക്കും ഗാർഡിനെ മരമണ്ടന്മാരാക്കി സാം രക്ഷപ്പെട്ടു.